ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് രോഗം ഇന്ന് നിയന്ത്രണാതീതമായി കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഏറ്റവും പുതിയ കണക്ക് അനുസരിച്ച് ഒരു ദിവസം ഉണ്ടാകുന്ന കോവിഡ് രോഗബാധിതർ 32,000-ന് മുകളിലാണ്. ഈ ഒരു അവസ്ഥയിൽ തന്നെ മരണം സംഭവിക്കുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് യാതൊരു രോഗങ്ങളും ഇല്ലാത്തവരും കോവിഡ് രോഗം ബാധിച്ച് മരണമടയുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന ഇൻഫെക്ഷനാണ്. കോവിഡ് ന്യൂമോണിയ ബാധിച്ചാണ് പലരും ഇതിനകത്ത് മരണപ്പെടുന്നത്. കോവിഡ് രോഗം വന്നിട്ടുള്ളവർക്കറിയാം, പലപ്പോഴും ഈ ആദ്യത്തെ ഒരു പനിയും മറ്റു ചുമയും എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, നെഞ്ചിലൊരു ഭാരം ഇരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, പലപ്പോഴും കിതപ്പ്, തളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. ഇത് ശ്വാസകോശത്തിന് ഈ കോവിഡ് രോഗം ഉണ്ടാക്കുന്ന ചില ചേഞ്ചസ് ആണ്. എന്നാൽ വളരെ ചുരുക്കം പേരിൽ, അതായത് ഒരു 5 മുതൽ 10% പേരിൽ കോവിഡ് രോഗം ന്യൂമോണിയ ബാധ ക്രിയേറ്റ് ചെയ്യുമെന്ന് വരാം. ശരിയായ സമയത്ത് ഈ ന്യൂമോണിയ കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിലോ രക്തത്തിൽ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവുകയും ഇവർക്ക് ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് കോവിഡ് രോഗമുള്ള ഒരാൾക്ക് പെട്ടെന്ന് ന്യൂമോണിയ ബാധയുണ്ടായാൽ അത് എങ്ങനെ നിങ്ങൾക്ക്, അതായത് സ്വയം തിരിച്ചറിയാനോ ഇല്ലെങ്കിൽ കാണുന്നവർക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം, ഇന്ന് വീടുകളിലാണ് കോവിഡ് രോഗികളുടെ 95% റെസ്റ്റ് എടുക്കുന്നത്. ആർക്കെങ്കിലും ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ കാണുന്നവർക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ ഈ വിശദീകരിക്കുന്ന ഈ ലക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാകും. ഞാൻ ഇനി പറയുന്ന 3 ലക്ഷണങ്ങൾ ഒരുമിച്ച് ഒരു രോഗിയിൽ കാണുകയാണെങ്കിൽ അവർക്ക് കോവിഡിന്റെ ന്യൂമോണിയ ഉണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. ഒന്നാമത്തെ ലക്ഷണം, വിട്ടുമാറാതെ നിൽക്കുന്ന പനി. നിങ്ങൾക്കറിയാം, കോവിഡ് രോഗമുള്ളവർക്ക് ചെറിയ തോതിലുള്ള പനിയോ സാമാന്യ കടുത്ത പനിയോ ഒരു 3-4 ദിവസം കണ്ടുവന്ന് വരാറുണ്ട്. എന്നാൽ വിട്ടുമാറാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് പനി നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അമിതമായിട്ട് കിതപ്പ് അനുഭവപ്പെടുക, വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. ആസ്മ രോഗിയോ അല്ലെങ്കിൽ ശ്വാസമുട്ടലിന്റെ ഹിസ്റ്ററി ഉള്ളവർക്കോ വരുന്ന ശ്വാസമുട്ടലല്ല, പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് പനിയോടൊപ്പം വല്ലാത്ത കിതപ്പ്, നെഞ്ചിൽ വിമ്മിഷ്ടം അനുഭവപ്പെടുന്നു എന്നിരിക്കട്ടെ. ഇത്തരക്കാര് സംസാരിക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയെന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ഇടയ്ക്ക് നിർത്തി ശ്വാസം ദീർഘമായി എടുത്തതിന് ശേഷമേ വീണ്ടും സംസാരിക്കാൻ പറ്റൂ. അമിതമായിട്ടുള്ള കിതപ്പ് അനുഭവപ്പെടും. ഇതോടൊപ്പം അവർക്ക് ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ശ്വാസകോശത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗം, അതായത് നമ്മുടെ വാരിയല്ലുകളുടെ ഏറ്റവും താഴത്തെ ഒരു 2-3 വാരിയലിന്റെ ഭാഗത്ത് നമുക്ക് വേദന അനുഭവപ്പെടുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് തട്ടി നിൽക്കുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു കഴപ്പും വേദനയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഈ 3 ലക്ഷണവും ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇത് കോവിഡ് രോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ന്യൂമോണിയ ആണോ എന്ന് സംശയിക്കാവുന്നതാണ്. എന്നാൽ മനസ്സിലാക്കുക, പലർക്കും കോവിഡ് രോഗത്തിന്റെ ഭാഗമായിട്ട് പനി ചിലപ്പോൾ 10-12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിന്നു വരാം. പനി കണ്ടു എന്ന് വിചാരിച്ചത് ന്യൂമോണിയ എന്ന അർത്ഥമില്ല. പനിയോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കിതപ്പും അതിൻ്റെയോടൊപ്പം ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് അടിയിലായിട്ടൊരു വേദനയും ഒരു കഴപ്പും അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ന്യൂമോണിയ ആണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇതോടൊപ്പം നമുക്ക് സ്വയം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഈ രോഗമുണ്ടെന്ന് കാണുന്നവരെ നമുക്ക് പരിശോധിച്ചാൽ തിരിച്ചറിയാൻ പറ്റുന്ന 3 ലക്ഷണം കൂടിയുണ്ട്. അതും കൂടി ഞാൻ വിശദീകരിക്കാം. ഒന്ന്, നിങ്ങൾ അവരുടെ പൾസ് പരിശോധിച്ച് നോക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു ഇത്തരത്തിലൊരു ശ്വാസം മുട്ടലും പനിയും വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പൾസ് നോക്കുക. പൾസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം, കയ്യിലെ ഈ ഭാഗത്ത് നമ്മുടെ 3 വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പൾസ് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കഴുത്തിന്റെ വശത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് തൊണ്ടക്കുഴിയുടെ ഇരുവശങ്ങളിലും നമുക്ക് പൾസേഷൻ കിട്ടും. പരിശോധിക്കുമ്പോൾ 1 മിനിറ്റിൽ 120-ന് മുകളിലേക്ക് പൾസ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. സാധാരണ ഒരു രോഗബാധയുണ്ടുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഒരു പനിയുണ്ട്, ഒരു 100 ഡിഗ്രി പനി പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും പൾസേഷൻ അല്പം ഹൈ ആയിരിക്കും, ഒരു 100 കണ്ടുവെന്ന് വരാം. എന്നാൽ തുടർച്ചയായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 120 കാണുന്നു, അതോടൊപ്പം നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തത് നമ്മുടെ ശ്വാസമിടിപ്പാണ്. നിങ്ങൾക്ക് സ്വയം, നിങ്ങൾ റെസ്റ്റിംഗ് പൊസിഷനിൽ നിങ്ങൾ ശ്വാസം എത്രത്തോളം എടുത്തു വിടുന്നു എന്ന് നോക്കുക. സാധാരണ 1 മിനിറ്റിൽ 14 മുതൽ ഏകദേശം 18 വരെയാണ് നമ്മൾ 1 മിനിറ്റിൽ ശ്വാസം എടുത്ത് വിടുന്നത്. നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇരു കൈപ്പത്തികളും നമ്മുടെ നെഞ്ചിന്റെ, ശ്വാസകോശത്തിന്റെ ഏറ്റവും താഴത്തെ പൊസിഷൻ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം സാധാരണ പോലെ ശ്വാസം എടുത്ത് വിടുക. പലപ്പോഴും അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ശ്വാസം എടുപ്പിന്റെ അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ഗതിവേഗം കൂടിയെന്ന് വരാം. ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ഫേസിൽ നിങ്ങൾ ഇത്തരത്തിൽ കൈവച്ചിട്ട് 1 മിനിറ്റിൽ എത്ര തവണ നിങ്ങൾ ശ്വാസം എടുത്ത് വിടുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ 1 മിനിറ്റിൽ 30 തവണയിൽ കൂടുതൽ ശ്വാസം നമ്മൾ എടുത്ത്
രക്തം വിടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഞാൻ ഈ പറഞ്ഞ കോവിഡ് ന്യൂമോണിയയുടെ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. മൂന്നാമത്തത്, നമ്മുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വയം തിരിച്ചറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് വീട്ടിൽ നമുക്കിത് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ സാധാരണക്കാർക്ക് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നത്, നമ്മുടെ വിരലിന്റെ അറ്റത്ത് നിങ്ങൾ ഒന്നിനൊന്ന് പ്രസ് ചെയ്യുക. സാധാരണ നമ്മുടെ എല്ലാ വിരലുകളുടെ അറ്റത്ത് ചെറിയ ചുവപ്പ് നിറം ഉണ്ടാവും. നമ്മൾ സാധാരണ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പെട്ടെന്ന് വെളുക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു 2-3 സെക്കൻഡിനകത്ത് ഇത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ഭാഗത്ത് ചുവപ്പ് നിറം വരാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ പ്രസ് ചെയ്തിട്ട് വിടുന്ന സമയത്ത് തിരിച്ച് അവിടെ ചുവപ്പ് നിറമാകാൻ ഒരു 5 സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറുക എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന 3 ടെസ്റ്റുകൾ, നമ്മുടെ ശ്വാസത്തിന്റെ ഗതിവേഗവും നമ്മുടെ പൾസും നമ്മുടെ കയ്യിലുള്ള രക്തത്തിന്റെ സാന്നിധ്യവും നോക്കിയാൽ അതിനകത്ത് വ്യത്യാസമുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് വിട്ടുമാറാതെ പനിയും അവർക്ക് ശ്വാസം മുട്ടലും നെഞ്ചിന്റെ താഴത്തെ ഭാഗത്ത് വേദനയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് കോവിഡ് ന്യൂമോണിയ ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. ഇവരെ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. വേണ്ട ചികിത്സ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ 100% മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കെന്നറിയാം, അത് മുമ്പ് കോവിഡ് രോഗബാധയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ CFL-TCയിലേക്ക് രോഗികളെ മാറ്റുമായിരുന്നു കേരളത്തിൽ. എന്നാൽ ഇപ്പോൾ കോവിഡ് പോസിറ്റീവാണ്, ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം കുറഞ്ഞു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കുക. എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇത്തരം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കോവിഡിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.